കൃപാസനത്തെ പറ്റി കേട്ടതും ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചതും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. എനിക്കൊരു മോനുണ്ട്, 4 വയസ്സായി. അപ്പം മോൻ ജനിച്ച ശേഷം ഞങ്ങൾ കുടുംബത്തിൽ വലിയ ഞാനും ഹസ്ബൻഡും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ആങ്സൈറ്റിയുടെ പ്രശ്നം വരുന്നത്. ആദ്യമൊക്കെ ഞങ്ങളത് ഹാർട്ടിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എന്തെങ്കിലും നെർവസ് ഡിസോർഡർ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോഴെല്ലാം നെഗറ്റീവായിട്ട് വരും. സോ ഇത് ആങ്സൈറ്റി ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നു. എന്നിട്ട് പിന്നെ ആങ്സൈറ്റി ആണെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഞങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു, പുള്ളിക്കാരൻ കപ്പിൾ കൗൺസിലിംഗ് സജസ്റ്റ് ചെയ്തു. മനോശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അത് ബാംഗ്ലൂരത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. സോ തെറാപ്പി എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് അവർ ചാർജ് ചെയ്യുന്നത് 2500 രൂപയാണ്. അതും ഞാൻ വിചാരിച്ച ഈ ടോക്ക് തെറാപ്പി ചെയ്യുമ്പം കപ്പിൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മാരേജ് ലൈഫിലുള്ള പ്രശ്നങ്ങളും അതൊക്കെ അതോടെ അങ്ങ് സോൾവ് ആവും എന്ന് വിചാരിച്ച് വലിയ പ്രതീക്ഷയോടെയാണ് പോയത്. പക്ഷേ ഈ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ ആക്ച്വലി വഷളാവുകയാണ് ചെയ്തത്. ഇത് ആദ്യം ഹസ്ബൻഡിന് ആങ്സൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡ് ആദ്യം പോയിക്കൊണ്ടിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പം അവിടെ ശരിയാവാത്തതുകൊണ്ടാണ് പിന്നെ വേറൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് പോയത്. അപ്പം ആ സൈക്കോളജിസ്റ്റും എൻ്റെ മദറിൻലോ എല്ലാവരും കൂടെ ഹസ്ബൻഡിൻ്റെ ആങ്സൈറ്റിയുടെ പ്രശ്നം ഞാനാണെന്നുള്ള രീതിയിൽ ഞാനൊന്നും സംസാരിക്കാൻ പാടില്ല, ദേഷ്യം വന്നാലും ഞാനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല, എല്ലാം മനസ്സിലൊതുക്കി വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെല്ലാം മനസ്സിലൊതുക്കി വെച്ച് അവസാനം എനിക്കത് ഡിപ്രഷനായിട്ട് മാറി. പിന്നെ കൗൺസിലിങ്ങിനും തെറാപ്പിക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. പുള്ളി ആങ്സൈറ്റിക്കും പുള്ളിക്ക് സെപ്പറേറ്റ് ഒരു സൈക്യാട്രിസ്റ്റ്, എനിക്ക് വേറൊരു സൈക്യാട്രിസ്റ്റ്, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാം നേരെയാവുമെന്ന്. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ പിന്നെയും വഷളായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇത് ഒന്നും ബെറ്റർ ആവാതിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് പ്രഷർ ഭയങ്കരമാണ്. ഞാൻ ഒരു എയറോസ്പേസ് എഞ്ചിനീയറാണ്, ഞാൻ വൈറ്റ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനി ഭയങ്കര ഹെക്റ്റിക്കാണ്. അപ്പോൾ വർക്ക് പ്രഷറും ഇതും എല്ലാം കൂടെ ആയപ്പം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞത്, കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഓൺലൈനായിട്ടും പ്രെയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാനതുവരെ കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് നോക്കിയപ്പോഴാണ് കവനൻറ്റിനെ പറ്റി, ഓൺലൈൻ കവനൻറ്റ് പ്രെയർ എന്ന് കണ്ട് ഞാൻ ഓൺലൈൻ കവനൻറ്റ് പ്രെയറിന് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം അനുഭവപ്പെട്ടു. ആ ഒരു സാന്നിധ്യം 3 ദിവസം ഉണ്ടായിരുന്നു. ഒരു ഫുൾനെസ് ഓഫ് ജോയ്, അല്ലെങ്കിൽ എന്താ പറയുക, സമാധാനം, ഭയങ്കര പീസ് വിത്ത് സർപാസത്ത് ഓൾ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന പോലെ സമാധാനവും ഭയങ്കര സന്തോഷവും ഒക്കെ മനസ്സിൽ തോന്നി. അതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പ്രശ്നങ്ങളൊന്നും അല്ല, ഇതൊക്കെ വേറെ നിസ്സാര കാര്യങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഉടമ്പടിയൊക്കെ എന്തിനാണ് ഞാൻ എടുത്തത്? ഈ ഒരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതിനെക്കാട്ടിലും വലുതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. പക്ഷേ അത് 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഇനി ലൈഫ് ടൈം എനിക്ക് ഈ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഈ ഒരു സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ആദ്യം എനിക്ക് വന്നത് പാപബോധമാണ്. ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് കാത്തലിക്കായിട്ട് കൺവേർട്ടായത്. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഒരു CSI തന്നെയായിരുന്നു. ഞാൻ കല്യാണത്തിന് മാത്രമേ കുമ്പസരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തിങ് എൻ്റെ ഉള്ളിലിരുന്ന് കുമ്പസരിക്ക് അതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വലിയ പാപങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. പണ്ട് ആരുടെ അടുത്തൊക്കെയോ ചെയ്ത് അവരുടെ മുഖങ്ങളൊക്കെ മനസ്സിൽ വരാൻ തുടങ്ങി. ഞാൻ അതിനായിട്ട് എഫേർട്ട് എടുത്ത് അവരോട് പോയി. പിന്നെ ഞാൻ ഒരു കോച്ചിങ് ക്ലാസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് ഒടുവിൽ ഒരുപാട് ലോസ് ആയിട്ട് നിർത്തേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഫാക്കൽറ്റീസിന് പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മിപ്പിച്ച് തന്നു. അതൊക്കെ ഞാൻ
പണ്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നെല്ലാം എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങി. അതെല്ലാം ഞാൻ എല്ലാം തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഹൃദയത്തിലൊരു കുഷൻ ഉള്ള പോലെയായിരുന്നു. പിന്നെ എന്നോട് സംസാരിക്കുന്നവരും പറയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് സംസാരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ തുടങ്ങി. ആദ്യം ഞാൻ ഓൺലൈനായിട്ടാണ് കവനൻ്റെ അടുത്തെങ്കിലും ഈ ഒരു സാന്നിധ്യം അനുഭവിച്ചപ്പം ആ ശക്തി ഞാൻ സ്വയമായിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോഴത്തേനും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ഇവിടെ വന്ന് ഞാൻ മാർച്ച് 5-ാം തീയതി ഈ വർഷം തന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സസ് ഞാനൊരു കോഴ്സ് കാണുന്നത് പോലെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഒത്തിരി ഗുരുതരമാവും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതേപോലെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു വലിയതായിട്ടുള്ളൊരു സിവിയറായിട്ടുള്ളൊരു പാനിക് അറ്റാക്ക് വന്നു. അന്നേരം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. എൻ്റെ മദറിൻലോ എല്ലാവരും കൂടെ പറഞ്ഞു ഞാൻ കാരണമാണ് ഹസ്ബൻഡിന് ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞു ഒരുപാട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോയപ്പം എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും സമ്മതിക്കുന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്, പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ കുറ്റം പറച്ചിൽ നിർത്തുന്നുമില്ല. പിന്നെ അവസാനം ഞാൻ കുറച്ച് ഹസ്ബൻഡിന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന തന്നെ കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടായിരുന്നു. അത് ഞാനെടുത്ത് കഴിച്ചു. അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപമായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. പിന്നെ ഉടനെ തന്നെ ഞാൻ നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഉറക്കം പോലും എനിക്ക് വന്നില്ല. 10 സ്ലീപ്പിംഗ് പിൽസാണ് കഴിച്ചത്. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. ദൈവത്തിന് നന്ദി. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. അത് എനിക്ക് തന്നത് ഒരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആയിരുന്നു. പക്ഷേ ഞാൻ ആ ടെസ്റ്റിൽ തോറ്റുപോയി എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയും മനസ്സിലിരുന്നു. അപ്പോഴും ദൈവം എന്നെ കൈവിട്ടില്ല. ഞാൻ തെറ്റ് കാണിച്ചിട്ടും ദൈവം എന്നെ കൈവിട്ടില്ല. ദൈവം പറഞ്ഞു കുമ്പസരിക്ക് ഇനി നിനക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ അത് അപ്പോൾ ഒരു പെസഹ വ്യാഴാഴ്ചയായിരുന്നു. ഞാൻ അന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസരിച്ചു. അപ്പോൾ കുമ്പസരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതിലല്ല ചെയ്യുന്നതിലാണ് കാര്യം. ഈശോ എന്താ പറഞ്ഞത്? ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ അടുത്ത് പോയി നിരപ്പാവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്. എന്നിട്ട് ഞാൻ അന്ന് തിരിച്ചു വന്നു. മമ്മിയുടെ അടുത്ത് ഒരു ഡ്രസ്സും മേടിച്ചു കൊടുത്തിട്ടും ഞാൻ മമ്മീനെ കെട്ടിപ്പിടിച്ച് സോറി എന്ന് പറഞ്ഞു. എനിക്ക് എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അത് പല കാര്യങ്ങളും ആലോചിക്കുമ്പം എന്നെക്കൊണ്ട് മുമ്പ് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയാകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. മുമ്പൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേയൊക്കെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും പലരും. 40 days ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ ഒരു ദിവസം കഴിയുമ്പോഴത്തേനും തന്നെ എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ച് മതിയാക്കി പോകാറുണ്ട്. ഇപ്പം ഒരു 3-4 days ഒക്കെ ഫാസ്റ്റിംഗ് എടുത്താലും എനിക്ക് വിശക്കത്ത് പോലും ഇല്ല. ചിലപ്പം അതിനുശേഷം ഈ ഉടമ്പടി എടുത്ത ശേഷം ആത്മീക ജീവിതത്തിൽ വലിയ വർധന ഉണ്ടായി. കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ലാതിരുന്ന വീടായിരുന്നു ഞങ്ങളുടേത്. കുടുംബ പ്രാർത്ഥന ഉണ്ടായി. ഇപ്പം ഞാൻ ആദ്യമൊക്കെ അതൊരു ഇമ്പോസിബിൾ കാര്യം എന്നാണ് വിചാരിച്ചിരുന്നത്. കുടുംബ പ്രാർത്ഥന എന്ന് എൻ്റെ വീട്ടിൽ ഒരിക്കലും വരത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഹസ്ബൻഡും മമ്മിയും ഒക്കെ TV വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വോളിയം പോലും കുറച്ച് വയ്ക്കത്തില്ല. അങ്ങനെ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കറക്റ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർ TV ഓഫ് ചെയ്യും, എൻ്റെ കൂടെ വന്നിരിക്കുകയും ചെയ്യും. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം കുർബാന മുടങ്ങിയ ഇപ്പം എന്തോ നഷ്ടപ്പെട്ട പോലെയാണ്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഈ ജൂൺ 5-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ 4ാമത്തെ ബർത്ത്ഡേ. അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ബർത്ത്ഡേക്കെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റണം. കാരണം മോൻ്റെ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവാണ്. അപ്പം എപ്പോഴെങ്കിലും പള്ളിയിൽ കൊണ്ടുപോകാൻ പറയുമ്പോഴത്തേനും നീ എവിടെ പൊക്കോ, മോനെ കൊണ്ടുപോകണ്ട, അതാണ് പറയുന്നത്. അങ്ങനെ അന്ന് ജൂൺ 5-ാം തീയതി തലേ ദിവസം ജൂൺ 4-ാം തീയതി വൈകുന്നേരം എനിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടും എനിക്ക് ഞാനൊരു 5 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷേ
സമയത്തിന് പള്ളിയിലെത്താൻ പറ്റിയില്ല. അങ്ങനെ കുർബാന അന്ന് ആദ്യമായിട്ട് ഡെയിലി മാസം മുടങ്ങിപ്പോയി. അതിൻ്റെ ഭയങ്കര വിഷമത്തിലും ഫ്രസ്ട്രേഷനിലും ഒക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് കരഞ്ഞാണ് കിടന്നുറങ്ങിയത്. പക്ഷേ നെക്സ്റ്റ് ഡേ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴത്തേനും രാവിലെ ഞാൻ രാവിലെ 6 മണിക്കാണ് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നത്. റിസറക്ഷൻ ചർച്ചിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ 5:30 ആയപ്പോഴത്തേനും മോൻ സാധാരണ ഭയങ്കര ഉറക്കമായിരിക്കും. അന്ന് എണീറ്റ് അമ്മ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് മോനെ കൊണ്ടുപോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പുള്ളിക്ക് നല്ല ഉറക്കമാണ്. ഞാൻ എന്നിട്ട് മോനെ എടുത്ത് കാറിലിട്ട് അന്ന് പള്ളിയിൽ കൊണ്ടുപോയി ബർത്ത്ഡേക്ക്. അന്ന് എനിക്ക് മോന് എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലും എന്ത് ഡ്രസ്സ് മേടിച്ചു കൊടുത്താലും എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷം എനിക്ക് അന്ന് ദൈവം തന്നു. അപ്പം തലേ ദിവസം ഞാൻ ഇത്തിരി വിഷമിച്ചെങ്കിലും ദൈവം ആ വിഷമങ്ങൾക്കൊക്കെ അപ്പോഴപ്പോഴായിട്ട് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ആദ്യ പ്രാവശ്യം ഉടമ്പടിയിൽ മിക്കതും മെറ്റീരിയൽ കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം മിക്കതും ഞാൻ സ്പിരിച്വൽ കാര്യങ്ങളാണ്, സ്പിരിച്വൽ ഗ്രോത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന